താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങളുടെ യഥാർത്ഥ സന്തോഷമായി മാറണം. സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ അപ്പസ്തോലിക ആഹ്വാനം, അതിലെ പ്രധാന ചർച്ചകളും ചിന്തകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുക. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചൻ നമുക്ക് സുപരിചിതനാണ്. അച്ഛനിപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി സേവനം ചെയ്യുന്നു. കുടുംബ പ്രേക്ഷിത രംഗങ്ങളിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അച്ഛനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള സിസ്റ്റർ ടീനയെ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ടീന ക്രിസ്തുദാസി സന്യാസിനി സമൂഹ അംഗമാണ്. വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമുക്കേറെ പരിചയമുള്ള കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. ഡോക്ടർ കെ എം ഫ്രാൻസിസ് സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാണ്. സുപ്രസിദ്ധ വചന പ്രഘോഷകനായിരിക്കുന്ന കെ എം ഫ്രാൻസിസ് സാറിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവാഹത്തിലും കുടുംബജീവിതത്തിലും സ്നേഹം അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യാൻ സംവാദം സുപ്രധാനമാണ് എന്ന വിഷയമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ചയ്ക്കായി ഉൾപ്പെടുത്തിയിരിക്കുക. ഒരിക്കൽ കൂടെ ഏവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹം വളർത്തിയെടുക്കാൻ സംവാദത്തിന് വലിയ റോളുണ്ടെന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മുമ്പ് നമ്മൾ ഒരിക്കലും ആശയവിനിമയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ സംവാദം എന്നുള്ള വാക്കുകൊണ്ട് പാപ്പയോട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? സംവാദം എന്ന വാക്കിന് ആശയവിനിമയം എന്ന വാക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു അർത്ഥമുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചു കുട്ടിക്കാലം മുതൽ വീടിനകത്ത് ഞങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ ദൈവമുണ്ടോ, ദൈവമില്ലേ, ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ, കാറ്റഗീസത്തിന് എന്തിനാണ് പോണത്, ഇങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ നിലപാട് എന്താണ്, എന്തിനാണ് കത്തോലിക്ക സഭ സുപ്രീം കോടതി ഇന്ന നിയമം ഉണ്ടാക്കിയപ്പോൾ എതിർത്തത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അത് പത്രത്തിൽ വരുന്നതാകാം, ടി വിയിൽ വരുന്നതാകാം. പണ്ടൊക്കെ പത്രത്തിൽ വരുന്നതാണ് ചർച്ച ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ആരോഗ്യപരമായ ഒരു വാദപ്രതിവാദവും തർക്കമൊക്കെ അപ്പനമ്മ മക്കള് തമ്മിൽ ഉണ്ടാകേണ്ട, വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങളാണെങ്കിൽ അവരോടുമായിട്ടൊരു തർക്കത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. വാദപ്രതിവാദം പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾ വന്നിട്ട് ചോദിക്കും, എന്തിനാ അപ്പം 10ാം ക്ലാസ് വരെ കാറ്റഗീസത്തിന് പോയി, പിന്നെ +2 പോയി, പിന്നെ ACCക്ക് പോയി, ഇത് മരണം വരെ കാറ്റഗീസം പഠിക്കാനാ. അപ്പോൾ നമുക്ക് അവരായിട്ട് ഒരു തർക്കത്തിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ അവരുടെ മേലടിച്ചേൽപ്പിക്കണോ? ചിലപ്പോൾ പറയാം, അതൊക്കെ അപ്പം പറയണത് നീ കേട്ടാൽ മതി, അപ്പൻ്റെ 10-60 വയസ്സായതാണ്, നിന്നെക്കാട്ടിലും കൂടുതൽ ഓണം ഉണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും പല ചോദ്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ അടക്കി അല്ലേ വെക്കുന്ന രീതിയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അപ്പോൾ അതൊരു ആരോഗ്യപരമായ സംവാദത്തിൽ നിന്ന് മാറിപ്പോകും, ഏകാധിപത്യപരമായ ഒരു ഇവിടെ പറയാം, സ്നേഹം പ്രകടിപ്പിക്കുകയും ആത്മാർത്ഥമായ സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചില മനോഭാവങ്ങൾ നാം വളർത്തണം. ആത്മാർത്ഥമായ സംവാദങ്ങൾ കുടുംബത്തിലുണ്ടാകണം. നല്ലൊരു കേൾവിക്കാരനും ആകണം. ഈ അപ്പൻ എന്ന് പറയുന്ന ഒരാള് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്കും അറിവുണ്ട്, അവരുടേതായ രീതിയിൽ മക്കൾക്കും അവരുടേതായ രീതിയിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടാകും. അപ്പോൾ അത് കേൾക്കാനുള്ളൊരു വളരെ ശാന്തമായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ലിസണിങ്,
അത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവരുടെയൊക്കെ പ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വാദപ്രതിവാദങ്ങൾ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നും മക്കൾ ചോദിക്കുന്ന ചോദ്യം വളരെ ബാലിശമാണെന്ന്. പക്ഷെ വലിയ ചോദ്യങ്ങളാണ് അവര് ചോദിച്ചുകൊണ്ടിരിക്കണേ. ഇത് പറയാം, മറ്റേ വ്യക്തിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ക്ഷമാപൂർവം ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറായിരിക്കുക. തക്ക സമയം വരുന്നത് വരെ സംസാരിക്കാതിരിക്കാനുള്ള സ്വയം പരിശീലനം ഇതിനാവശ്യമാണെന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ കൗൺസിലിംഗ് രംഗത്തൊക്കെ സംവാദത്തിൽ നമുക്കറിയാം ആശയവിനിമയം നടത്താൻ നമുക്ക് എളുപ്പമാണ്, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഒരു സംവാദത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി തന്നെ വേണം, നല്ല ക്ഷമ വേണം, ശ്രവിക്കാനുള്ള ഒരു മനോഭാവം വേണം, ക്വാളിറ്റി ടൈം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പം സൈക്കോളജിയിൽ എല്ലാവരും പറയുന്നുണ്ട് ഒരു 30 മിനിറ്റ് നിത്യവും നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ഗുണപ്രദമായ ഒരു സമയം നമുക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് ഉണ്ടാകണം എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പം പലപ്പോഴും എന്താ പറയുക, കുടുംബത്തിൽ അതിനുള്ളൊരു സമയം ഇല്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതേസമയം വഴക്കടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സമയം സമയമില്ല. അതുകൊണ്ടാണ് ഒരു ഫാമിലി ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട, കുട്ടികൾ പഠിക്കണു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, ഇതുപോലെ തന്നെ എല്ലാവരും ഇരുന്ന് ഒന്ന് സംസാരിക്കാനുള്ളൊരു സമയം പ്ലാൻ ചെയ്യുക. അപ്പോൾ നേരത്തെ പാപ്പ പറഞ്ഞ ഒരു ക്വാളിറ്റി ടൈം, ഗുണമേന്മയുള്ള സമയം കുടുംബത്തിൽ, അത് ഏതെങ്കിലും ഒരു സമയം പോരാ, അതിന് കരുതലോടൊരു സമയം, എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സമയം, എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകണം. പറയുന്നുണ്ട് അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അവനെന്നെ കേൾക്കുന്നില്ല, ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി ഇന്നത്തെ കുടുംബങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്ന് പറയാണ് സാറേ. അതിനെ ബൈബിള് തന്നെ ശ്രദ്ധിച്ചാൽ കാണാം, ഓ ഇസ്രായേലെ കേൾക്കുക. അപ്പോൾ ചെവി ചായ്ച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ, കേൾക്കുക എന്ന് പറയുന്നതാണ് മനുഷ്യൻ വളർത്തേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. അതിന് ഒരു ആത്മീയ പരിശീലനം ആവശ്യമുണ്ട്. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥനയെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയലാണ് പ്രാർത്ഥന എന്നാണ്. പക്ഷെ ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഒരിക്കൽ ഊന്നി പറഞ്ഞത്, മുമ്പും പല വിശുദ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നാം പറയുന്നത് ദൈവത്തിനെ കേൾപ്പിക്കലല്ല, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കലാണ്. അപ്പോൾ ഇന്ന് പലപ്പോഴും എനിക്കൊക്കെ പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയും മക്കളോ സംസാരിക്കുമ്പോൾ എടുത്തു ചാടി വേഗം അവരൊക്കെ പറഞ്ഞത് എനിക്ക് മുൻകൂട്ടി മനസ്സിലായി എന്നുള്ള പോലെ ഒറ്റയടിക്ക് ഉത്തരം പറയുന്നത്. ധൃതി കൂട്ടാതിരിക്കുക, നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാറ്റി വെക്കുക, മറ്റേ സംസാരിക്കാൻ ഇടം കൊടുക്കുക. ഇത് അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു, ഇത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഈ പുസ്തകം വായിക്കുമ്പോൾ തന്നെ പാപ്പ വളരെ കൃത്യമായ ടിപ്സ്, നമ്മുടെ കുടുംബജീവിതത്തിൽ സംവാദം വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട കൃത്യമായ ടിപ്സ് ഇതിൽ വിവരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോളേജിലായാലും ഒരു 50 വയസ്സ് വരെ എൻ്റെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുമ്പോഴേക്കും ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, അവരിന്നതാണ് പറയുക എന്ന് മുൻകൂട്ടി വിചാരിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരിക്കൽ മതബോധന വിഭാഗത്തിൽ കാറ്റഗീസ് അധ്യാപകരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ വാദം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു മതാധ്യാപകൻ, അവൻ 7ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്, അവൻ ഒരു പെട്ടിക്കട നടത്തുന്ന ഒരാളാണ്, അവന് ബുദ്ധിയില്ല. അപ്പം ഞാൻ അവനെ പുച്ഛത്തോടെ കാണണേ, ഞാൻ ഡോക്ടറേറ്റൊക്കെ ഉള്ള ഒരാൾ. അവൻ എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ എതിർത്ത കാര്യത്തിനെയാണ് അവൻ പറഞ്ഞത്, പക്ഷെ എന്തോ ദൈവാനുഗ്രഹത്താൽ അത് ഞാൻ കേട്ടു. പിന്നീടുള്ള വർഷങ്ങളിൽ മുഴുവൻ അവൻ്റെ ആ അഭിപ്രായത്തെ സ്വീകരിച്ചതുകൊണ്ട് എന്നിലുണ്ടായ മാറ്റത്തിനെ വർണ്ണിക്കാൻ പറ്റില്ല. അത്രമാത്രം ബുദ്ധിപരമായ വികാസമാണ് ഇത്. മക്കളിൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത്, അത് ഞാൻ ഇപ്പോഴാണ് തുറന്നു കൊടുക്കുകയുള്ളൂ, എൻ്റെ മകനൊന്നും ബുദ്ധിയില്ല എന്നാണ് ഞാൻ പറയണത്, ഭാര്യയ്ക്കും ബുദ്ധിയില്ല, ഞങ്ങൾക്കൊക്കെ പഠിച്ച് ബുദ്ധിയുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഈ മാർപ്പാപ്പ പറയണ പോലെ എൻ്റെ തന്നെ ചില തെറ്റിദ്ധാരണകൾ മാറി വളരണം. ഞാൻ ആത്മാർത്ഥമായ സംവാദം വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു ആന്തരിക നിശബ്ദത. അതന്നെ മറ്റുള്ളവരെ പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ അനുവദിക്കപ്പെട്ടിരുന്നില്ലല്ലോ, ഇങ്ങനെ പറയാൻ തന്നെയുള്ളൊരു സംവദിക്കാൻ ഒരു അവസരം തന്നിരുന്നില്ല.
ഇപ്പൊക്കെ കൂടുതൽ കുടുംബങ്ങളിൽ അങ്ങനെ അവസരങ്ങൾ മക്കൾക്കൊക്കെ കിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഈ സംവാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപരൻ എന്നേക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നുള്ള ആ ഒരു കാര്യം. മറ്റേ വ്യക്തിക്ക് യഥാർത്ഥ പ്രാധാന്യം നൽകുന്ന ശീലം വളർത്തുക. ഇപ്പം എൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വ്യക്തി എന്നേക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നുള്ള ഒരു ശീലം വളർത്തിയെടുക്കാൻ സാധാരണ ഞങ്ങളോട് പറയാറുണ്ടേ. ഇപ്പോൾ ചിലപ്പോഴൊക്കെ പറയും, അച്ഛനിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ആ ഇടവകയിൽ സാധാരണ ഒരു മനുഷ്യനിലൂടെ സംസാരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ മഠത്തിലൊരു സിസ്റ്ററിലൂടെ സംസാരിക്കുന്നുണ്ടാകും. അത് കേൾക്കാനുള്ളൊരു തുറവി കാണിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും മൂല്യമുണ്ടെന്നും അവരിലൂടെയും ദൈവാത്മാവ് സംസാരിക്കും എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ, ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലാണ് നമുക്ക് അവരെ കേൾക്കാനും അതിൽ നിന്ന് നല്ലത് സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്ത കാലത്ത് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തം എനിക്ക് മനസ്സിലാവുന്നത്, ആ ക്ലാസ്സിലെ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടിയുടെ ഒരു കമൻറ്റിൽ നിന്നാണ് എനിക്ക് വർഷങ്ങളോളം വായിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യം സമ്പൂർണ്ണമായിട്ട് മനസ്സിലായത്. ചിലപ്പോൾ ആ കുട്ടി MAക്ക് ജയിക്കുക പോലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ കൊച്ചു കുട്ടികൾ പോലും വളരെ വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മളവരെ വിലമതിക്കാതെ നിനക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മിക്കവാറും പിന്നെ ഭർത്താവ് പറയുന്നൊരു കാര്യമാണ്, ഇവളൊന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് ഒന്ന് സംസാരിക്കാൻ, ഒരവസരം കിട്ടിയിട്ട് വേണ്ടേ എന്നുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ സ്ഥിരമായി എന്ന് പറഞ്ഞ പോലെ കേൾക്കുന്ന അനുഭവങ്ങളുണ്ട്. ഈ സിസ്റ്റർ പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കണേ, മേരി ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടൊരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ വചനം മാംസമാകുന്നു എന്ന പുസ്തകത്തിൽ ഒരു കഥ വിവരിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. അങ്ങനെ ഭർത്താവ് വിവാഹമോചനത്തിന് കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ രണ്ടുപേരും ജഡ്ജി വിളിപ്പിച്ചു. അങ്ങനെ ഭാര്യ ഭർത്താവിൻ്റെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു, അപ്പം നീ പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു, ഇനി ഇയാൾ എന്താണെങ്കിൽ പറയട്ടെ. അപ്പം ഭർത്താവ് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ലേ, ഇവള് പറയുന്നത് നിർത്തിയിട്ട് വേണ്ടേ എനിക്കൊന്ന് സംസാരിക്കാൻ. അതാണ് ഞാൻ വീട്ടിൽ സംസാരിക്കാത്തതിൻ്റെ കാരണം. ചിലപ്പോഴെങ്കിലും ഈ ഒരു സംസാരത്തിൽ നിന്ന് പല ഭാര്യമാരും ഒരു സൊല്യൂഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവര് ഇപ്പൊ ഞാൻ ഒരു കേസ് കേട്ട എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പറഞ്ഞു ഓർക്കുക, പലപ്പോഴും ഞാനൊന്ന് കേട്ടാൽ മതി, എൻ്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ ഞാനൊന്ന് കേട്ടാൽ മതി, അപ്പൊ തന്നെ അവളുടെ പ്രശ്നങ്ങൾ പകുതിയും സോൾവ് ആയി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് അവർക്ക് ഒരു സൊല്യൂഷൻ അവർ ആഗ്രഹിക്കുന്നില്ല മിക്കപ്പോഴും. പക്ഷെ നമ്മളൊന്ന് കേട്ടാൽ അതോടുകൂടി നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കാണുകയാണ്. അതാണ് കുട്ടികൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ടാവും, ഡാഡി ഒന്ന് കേട്ടാ മതി, ഡാഡി ഇങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുന്നു, എൻ്റെ വിശേഷം ഒന്ന് കേൾക്കുന്നില്ല, കേട്ടാ മതി. അത് അവർക്കൊരു വലിയ ഒരു ഫുൾഫിൽമെന്റ് നൽകുന്ന ഒരു അവസ്ഥയുണ്ട്. ആരോഗ്യകരമായ ആത്മാർത്ഥമായ സംവാദത്തെ വളർത്താൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല ഗുണമേന്മയുള്ള സമയം കൊടുക്കുക. അതുപോലെ തന്നെ സമയമെടുത്ത് ഒരു ആന്തരിക നിശബ്ദത കാത്തുസൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവനെ കേൾക്കാൻ, അപരൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള ഒരു ഹൃദയം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ സമയം ഒരു ക്ലിപ്പിങ്ങിലേക്ക് പോകാം. ഇതുപോലെ സംവാദം വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ക്ലിപ്പിങ്ങിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കുടുംബം എന്നത് കൂട്ടായ്മയിൽ അടിസ്ഥാനമാക്കിയുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. കുടുംബത്തിൽ കൂട്ടായ്മയും പരസ്പരമുള്ള ചർച്ചയും ഇല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പൂർണ്ണത ഒരിക്കലും അവിടെ ഉണ്ടാകുകയില്ല. കുടുംബം എന്നതുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് പരിപൂർണതയിലേക്കുള്ള ഒരു യാത്രയാണ്. ഭാര്യയും ഭർത്താവും മക്കളും മറ്റ് ബന്ധുക്കളും അടങ്ങുന്ന ഈ സംവിധാനം പരസ്പരം ചർച്ച ചെയ്ത് മുമ്പിലേക്ക് പോകുമ്പോൾ അതൊരു ഏതേൻ തോട്ടമായിട്ട് മാറാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. 22 വർഷം ആയെന്ന് പറയുമ്പം പരിപൂർണതയിലേക്ക് എത്തേണ്ട ഒരു സമയമായി എന്ന് വേണമെങ്കിൽ കണക്കാക്കാം.
നമുക്കുണ്ടാകുന്ന വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന അനേകം സംഭവങ്ങളും സംഭവ വികാസങ്ങളുമെല്ലാം ഒരു കുടുംബത്തിനകത്തും ചർച്ചയിലേക്ക് കടന്നു വരുന്നു. പൊതുസമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നമുക്കും അത് വേണമെന്ന് ആഗ്രഹിക്കാം. രണ്ട് വ്യത്യസ്തമായ വ്യക്തികൾ കുടുംബമായിട്ട് ഒന്നിച്ച് മാറുമ്പം തീർച്ചയായിട്ടും രണ്ട് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വഭാവങ്ങളും സ്വഭാവവിശേഷങ്ങളും ഉണ്ടായേ പറ്റൂ. ആ വ്യക്തിത്വം കളഞ്ഞിട്ടുള്ള കൂട്ടായ്മയോ കൂട്ടായ ചർച്ചയോ അല്ല. രണ്ട് വ്യക്തികളുടെയും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രത്യേകമായ സ്വഭാവ പ്രക്രിയകളൊക്കെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് കുടുംബത്തിലുള്ളതെങ്കിൽ ആരാണ് വലുത്, ആരാണ് ചെറുത്, ആരാണ് ജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ പരസ്പരം പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും എപ്പോഴും കൂട്ടായ ചർച്ചയിൽ മാത്രമാണ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ചില സാഹചര്യങ്ങളിൽ ചില തീരുമാനം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ ഞങ്ങൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഒരു തന്ത്രം കുറേ നേരം ആ തീരുമാനം എടുക്കുന്നത് മാറ്റിവെക്കുകയും ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ള ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ഗാനമാണ് സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ തണലിൽ എന്നുള്ള ആ ഒരു പാട്ട് വെച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച തീരുമാനം എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ അവസരങ്ങൾ ചില തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ചില തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോഴും പരസ്പരം സംസാരിക്കാനുള്ള അവസരം കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് പരസ്പരം തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്നിച്ച് സംസാരിക്കാനുള്ള അവസരം, ഒന്നിച്ച് നടക്കാനുള്ള അവസരം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം, ഒന്നിച്ച് ചെറിയ യാത്ര പോകാനുള്ള അവസരം, ഈ അവസരങ്ങളോടൊപ്പം ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഒന്നിച്ച് ആയിരിക്കുന്നുണ്ടല്ലോ. ഈ ഒന്നിച്ചായിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനം ദൈവമായിട്ടും കൂടി ആലോചിച്ച് ഒരു കൃത്യതയിലേക്ക് പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് പരിപൂർണതയിലേക്ക് ഉള്ള ഒരു യാത്രയായിട്ടാണ് പലപ്പോഴും കാണുന്നത്. വളരെ കർക്കശ സ്വഭാവമുള്ളവരോ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നില്ലേ ഞങ്ങൾ. എങ്കിലും അഭിപ്രായ ഭിന്നത, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ വളർന്ന വ്യക്തികളായതുകൊണ്ട് അഭിപ്രായ ഭിന്നത സുലഭമായിരുന്നു. പക്ഷേ അതെല്ലാം ഒരു ഓപ്പൺ ഫോറത്തിൽ ഡിസ്കസ് ചെയ്ത് ആവശ്യമെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി ഒരു സങ്കോചവുമില്ലാതെ ക്ഷമാപണം ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതൊരു പരിധിവരെ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിൽ നിന്നോ വർഷങ്ങളിൽ നിന്നോ മാസങ്ങളിൽ നിന്നോ പറയാം, വിവാഹം കഴിഞ്ഞിട്ട് വ്യത്യസ്തമായ ചില സ്വഭാവങ്ങളും ടേസ്റ്റുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അത് കുറേ കഴിയുമ്പം ഒന്നിച്ച് ജീവിച്ച് മുമ്പിലേക്ക് പോയിട്ട് കഴിഞ്ഞപ്പം പരസ്പരം ഉണ്ടാകുന്ന ചില ഇഷ്ടങ്ങൾ ഏതാണ്ട് തിരിച്ചറിയുകയും അത് ബഹുമാനിക്കാനും അംഗീകരിക്കാനുള്ള ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ രണ്ടുപേരെയും ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതൊക്കെ വ്യക്തികളുമായിട്ടാണ് ബന്ധം സ്ഥാപിച്ചത്, അതുകൊണ്ടുണ്ടായ നേട്ടം എന്താണ്, ഏതെങ്കിലും കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ, നമ്മൾ കൂടുതൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരുടെയും ഓഫീസിലുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിന് വെളിച്ചത്തിൽ വീട്ടിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചർച്ചകളും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കൂട്ടായ തീരുമാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടെങ്കിൽ കുടുംബം വലിയൊരു പരിശീലന വേദിയായിട്ട് മാറുകയാണ്. ഒരു കുടുംബത്തിൽ അപ്പൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മക്കൾ ഇവരൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ്. അപ്പോൾ ഒരു ഉറപ്പായിട്ടും അഭിപ്രായങ്ങളിൽ
വാദപ്രതിവാദങ്ങളിലെ വൈവിധ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ വൈവിധ്യങ്ങൾ ഒരിക്കലും കലഹിക്കാനോ വേർതിരിക്കാനോ ഉള്ളതല്ല, മറിച്ച് അത് കൂടുതൽ നന്മയുള്ള തീരുമാനങ്ങളിലേക്ക് നമ്മെ സഹായിക്കുന്നതായിട്ടാണ് തോന്നുക. ഞാനിപ്പോൾ ഈ ഇടവകകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ രൂപതയുടെ ഒരു ഇതനുസരിച്ചിട്ട് പ്രതിനിധി യോഗത്തിന് എങ്ങനെയാണ് ഒരു തീരുമാനം രൂപീകരിക്കേണ്ടത്, ഒരു ഡിസേൺമെൻറ്റ്. അപ്പോൾ അവരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആരും ഇപ്പോൾ പാവപ്പെട്ടവനൊരു അഭിപ്രായം പറഞ്ഞു, നീ എന്താ അഭിപ്രായം പറയാൻ യോഗ്യത, ഞങ്ങൾ തറവാട്ടുകാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ ചിന്തയൊന്നും പാടില്ല. സ്ഥാപിത താല്പര്യം, മനസ്സ് സൂക്ഷിക്കുക, അതന്നെ ഒരു വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകാതിരിക്കുക, ഒരു ഓപ്പൺ മൈൻഡോടുകൂടെ ചർച്ചകളിലേക്ക്. അപ്പോൾ കുടുംബത്തിലാണെങ്കിലും അപ്പനും അമ്മയും മക്കളൊക്കെ ഈ തുറന്ന മനസ്സോടെ, മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഈ സംവാദത്തിൽ ഒരു വൈകാരിക പക്വത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാറ് പറഞ്ഞ എക്സാമ്പിളിൻ്റെ അകത്ത് നമുക്ക് തിരിയും, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് അവർ ഉൾക്കൊള്ളണം, ഉൾക്കൊണ്ടില്ലെങ്കിൽ എനിക്കൊരു ദേഷ്യത്തിൻ്റെ തലത്തിലേക്ക് ഞാൻ മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പം ആ ഒരു ബാലൻസ്ഡായിട്ട് എൻ്റെ ഇമോഷനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്ക് മാത്രമാണ് ഒരു ഹെൽത്തി സംവാദത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയൂ. കുടുംബത്തിലുള്ളവർ ആരും ശത്രു ആണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് എതിർക്കണം, തോൽപ്പിക്കണം എന്നൊരു തോന്നലുണ്ടാകുന്നത്. പാപ്പ ഇവിടെ അതിനൊരു സൊല്യൂഷൻ പറയുന്നത് എങ്ങനെയാണ്? മറ്റേ വ്യക്തിയോടുള്ള വാത്സല്യവും താല്പര്യവും നാം കാണിക്കണം. ഏറ്റവും പ്രയാസമുള്ള തടസ്സങ്ങളെ പോലും സ്നേഹം കീഴടക്കുന്നു. അപ്പോൾ നമുക്ക് ആ വ്യക്തിയോട്, ഇപ്പോൾ സംവാദത്തിൽ നമ്മൾ കുടുംബത്തിൽ ഏർപ്പെടുമ്പോഴും സ്നേഹമായിരിക്കണം നമ്മളെ ആ സംവാദത്തിലേക്ക് നയിക്കേണ്ടത്. അപ്പോൾ അത് ആ പറയാനുള്ളൊരു വാത്സല്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയില്ലേ, അപ്പനും അമ്മയും മക്കളൊക്കെ കൂടി അഭിപ്രായങ്ങൾ പറയട്ടെ, അവർ പറയുന്നതിൽ അതൊരു സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്, ഒരിക്കലും നമ്മൾ എതിർക്കാനുള്ള ഒരു ഇതല്ല. പലപ്പോഴും ഈ ആരോഗ്യകരമായ സംവാദം ഇല്ലാത്തതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിൽ ഇത് അവതരിപ്പിക്കപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ മക്കൾക്ക് അപ്പൻ്റെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കാം, ഇങ്ങനെ ആയതുകൊണ്ട് ഇവർ പിന്നെ പോകുന്നത് കൂട്ടുകാരുടെ അടുത്തേക്കും അല്ലെങ്കിൽ അല്ലേ. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ വീടിനകത്ത് ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അപ്പം മകൻ നേരെ ഓപ്പോസിറ്റ് വേറെ ഞാൻ എതിർക്കുന്ന പാർട്ടിയാണ് നല്ല പാർട്ടി എന്ന് പറയും. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടെൻഡൻസി എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവനെ എതിർക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി അവൻ അവൻ്റെ നിലപാടിൽ ഉറച്ച് വരുന്നു. പിന്നീട് ഞാൻ എൻ്റെ തന്ത്രം ഒന്ന് മാറ്റി ചവിട്ടി. അങ്ങനെ അവൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം അവൻ പറഞ്ഞു തുടങ്ങി അപ്പം പറയുന്നതിൽ ശരിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി വർക്കൗട്ട് ചെയ്യേണ്ട. കാരണം സംവാദത്തിൽ നാം അവരനോട് ദേഷ്യപ്പെടും തോറും അവൻ നമ്മൾ പറയുന്നത് കേൾക്കാതെ അകന്നകന്നു പോകും. സംവാദത്തിൽ നാം അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വന്നാൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ആരോഗ്യപരമായ ഒരു സംവാദത്തിലേക്ക് നമ്മൾ നയിച്ചു പോണേന്ന് അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സാറ് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്, പരസ്പരമുള്ള ഒരു അംഗീകരിക്കൽ. ഇപ്പോൾ സാറ് പറഞ്ഞ കാര്യം മകൻ അംഗീകരിക്കാൻ തുടങ്ങി, മകൻ പറഞ്ഞ കാര്യം സാർ അംഗീകരിക്കാൻ തുടങ്ങി. അത് സംവാദത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആരോഗ്യകരമായ സംവാദം നമ്മുടെ കുടുംബങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മൾ ഈ ചർച്ച നമ്മെ സഹായിക്കുന്നു. പാപ്പ ഇതിൽ പറയണം, അവസാനമായി യോഗ്യമായ സംവാദം ഉണ്ടാകണമെങ്കിൽ ഒരു 4 കാര്യങ്ങൾ നമുക്കുണ്ടാകണമെന്ന് പറയുകയാണ്. ഒന്ന്, വായന ഉണ്ടാകണം, വ്യക്തിപരമായ വിചിന്തനം ഉണ്ടാകണം, ഒരു പ്രാർത്ഥന ഉണ്ടാകണം, നമുക്ക് ചുറ്റുമുള്ള ലോകത്തോടുള്ള ഒരു തുറവി നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സംഭാഷണം ആരോഗ്യകരമാവുള്ളൂ, അല്ലെങ്കിൽ അത് വിരസമായിരിക്കും, നിസ്സാരമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഒരു 4 കാര്യങ്ങൾ അവിടെ പാപ്പ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഒരു കാര്യത്തെക്കുറിച്ച് ലഭിക്കാവുന്ന, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ചില മാറ്ററുകളൊക്കെ ആണെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കി, അത് പത്രമാകാം, അല്ലെങ്കിൽ പുസ്തകങ്ങളാകാം, മറ്റെന്തെങ്കിലും പ്രധാന നവമാധ്യമങ്ങളാകാം. ചില കുട്ടികളൊക്കെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അവരതിനെക്കുറിച്ച് സ്റ്റഡിയുടെ ആയിരിക്കാം. ഈ ചെറിയ കുട്ടികളല്ല, മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനോടൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അവൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചിട്ട് അത്യാവശ്യം വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുക. അപ്പോൾ വായന
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ച് ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ ചിലപ്പോൾ വാദപ്രതിവാദങ്ങൾ വരാം. അവിടെ അപ്പോൾ ചിലപ്പോൾ എല്ലാം നമുക്കൊരു ഉത്തരത്തിലേക്കൊന്നും വരാൻ പറ്റിയില്ലെങ്കിൽ കൂടെ, പക്ഷെ ഇത്തരം സംവാദങ്ങളും ചർച്ചകളും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചർച്ചകളിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്, കുടുംബജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കാൻ, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ, സ്നേഹം പോഷിപ്പിക്കാൻ നല്ല സംവാദങ്ങൾ എത്രയും അത്യാവശ്യമാണ്. നമുക്ക് ശരിക്കും ആ ഒരു പ്രായോഗിക തലം കൂടി നമ്മളുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ തോന്നുന്നു. നമ്മളുടെ കുടുംബങ്ങളിൽ അല്പസമയം കുടുംബം ഒന്നിച്ചിരുന്ന് ഒന്ന് സംവദിക്കാനായിട്ട് നമുക്ക് നീക്കിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഒക്കെ ചേർന്ന് സംവദിക്കാനുള്ളൊരു വേദി, അത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ. എത്രയൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ആ ഒരു വൈവിധ്യങ്ങളുടെ ഐക്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പാപ്പ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ല വായനയിലൂടെ, നല്ല ചിന്തയിലൂടെ, നല്ല സംവാദങ്ങൾ, ആരോഗ്യകരമായ സംവാദങ്ങൾ നമ്മളുടെ കുടുംബങ്ങളിൽ രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുടുംബങ്ങളിൽ ആരോഗ്യകരമായ സംവാദം വളർത്തിയെടുക്കാൻ നമുക്ക് ബോധപൂർവം പരിശ്രമിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമുക്ക് ദാമ്പത്യ സ്നേഹത്തിൽ തുടരാം.